കരിയർ വെബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫെഡറൽ ബാങ്കിൽ വന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. അതിനു മുൻപ് നിങ്ങൾ കരിയർ വെബിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് അതർ ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങളടുത്ത് എത്തുന്നതാണ്. നോട്ടിഫിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫെഡറൽ ബാങ്കിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഓഫ് അസോസിയേറ്റ് ഓഫീസർ, സെയിൽസിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. അസോസിയേറ്റ് ഓഫീസർ എന്നാണ് തസ്തിക. ഫെഡറൽ ബാങ്ക്, വൺ ഓഫ് ദ ടോപ്പ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഇൻ ദ കൺട്രി, ഈസ് എക്സൈറ്റഡ് ടു അനൗൺസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഡൈനാമിക് ആൻഡ് റിസൾട്ട് ഡ്രിവൺ ഇൻഡിവിജ്വൽസ് ടു ജോയിൻ അവർ ടീം ആസ് അസോസിയേറ്റ് ഓഫീസർ. സെയിൽസിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഷോൾ അപ്ലൈ ഓൺലൈൻ ബിറ്റ്വീൻ ഫെബ്രുവരി 20 മുതൽ മാർച്ച് 4 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫെഡറൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി, കരിയർ പേജ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി 20-നാണ്. മാർച്ച് 4 ലാസ്റ്റ് ഡേറ്റ്. മാർച്ച് 4 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. യോഗ്യത, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ്. ഡിഗ്രി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. കൂടാതെ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് മിനിമം അഗ്രിഗേറ്റ് ഓഫ് 50% ഓർ എബവ് ത്രൂ ഔട്ട് ക്ലാസ് 10th ആൻഡ് ക്ലാസ് +2 ആൻഡ് ഡിപ്ലോമ ആൻഡ് ഗ്രാജുവേഷൻ. നിങ്ങൾക്ക് ഡിഗ്രിയിലും 10th ക്ലാസ്സിലും +2ലും മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. ഏജ്, candidate shall not exceed 27 years of age, should be born or after 1/1/1999 to be eligible to apply for the selection process. Age of SC/ST candidates shall not exceed 32 years ആണ് SC/ST candidatesൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത്. ബാക്കിയുള്ളവർക്ക് 27 ആണ് ഏജ്. യൂണിയൻ ടെറിട്ടറിയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ദ നാഷണാലിറ്റി, ഓൺലി സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദ പ്രോസസ്. ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. എയ്തർ 2 വീലർ ഓർ 4 വീലർ. 2 വീലർ ലൈസൻസോ അല്ലെങ്കിൽ 4 വീലർ ലൈസൻസോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. Candidates who are passing or passing out graduation in the academic year 2025-26 are also eligible to participate in the selection process. 2025-2026 ഇനി ഡിഗ്രി പാസ് ഔട്ട് ആവാൻ തയ്യാറെടുക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം. ബട്ട് അതിൽ കണ്ടീഷൻസ് അതിന് താഴെ അവർ പറയുന്നുണ്ട്. 50% മാർക്സ് നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സ് ഓർ സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. Graduation course must entail a minimum of 3 years of education after completing higher secondary schooling or diploma. Then ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുക, അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. Then cost to company and other benefits. The cost to company per annum would be a minimum of 4.64 lakh and maximum of 6.7 lakh depending upon the performance of the employee. നാഷണൽ പെൻഷൻ സ്കീം ആയിരിക്കും നിങ്ങൾ ഉണ്ടായിരിക്കുക. പിന്നെ മറ്റെല്ലാ ആനുകൂല്യങ്ങളും ലൈക്ക് ഗ്രാറ്റുവിറ്റി, ലോൺസ് ഓൺ കൺസെഷണൽ ഇൻട്രസ്റ്റ് റേറ്റ്, മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ഫോർ സെൽഫ് ആൻഡ് ഡിപ്പെൻഡൻസ്, എല്ലാതരം ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ റിക്രൂട്ട്മെൻറ്റ് ഡിസ്ട്രിക്ട് ആൻഡ് പോസ്റ്റിംഗ്. ലിസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് ഫോർ വിച്ച് ലോക്കലൈസ്ഡ് റിക്രൂട്ട്മെൻറ്റ് ഈസ് കണ്ടക്റ്റഡ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ അനക്ഷർ ടു ദിസ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ. ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ എൻഡിൽ എങ്ങനെയാണ് ലിസ്റ്റ് ഓഫ് ഡിസ്ട്രിക്റ്റ്, റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഡിസ്ട്രിക്റ്റിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു സെലക്ട് ദർ പ്രിഫേർഡ് ഡിസ്ട്രിക്ട് ഡ്യൂറിങ് ദ രജിസ്ട്രേഷൻ പ്രോസസ്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കെയർഫുള്ളായിട്ട് നിങ്ങൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യേണ്ടതാണ്. കാൻഡിഡേറ്റ് ഷോൾ സെലക്ട് ഓൺലി 2 പ്രിഫേർഡ് ഡിസ്ട്രിക്ട് അറ്റ് ദ ടൈം ഓഫ് ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് 2 ഡിസ്ട്രിക്റ്റാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. Period on probation. Candidate selected as associate officer will be probation for period of 1 year. 1 year നിങ്ങൾക്ക് probation ആയിരിക്കും. Selection rounds. Selection rounds for the recruitment process will be group discussion, aptitude test, personal interview or any other mode of selection as decided by the bank. Federal Bank അവരുടെ കരിയർ ഗ്രൂപ്പ് ഡിസൈഡ് ചെയ്യുന്നത് പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു സെലക്ഷൻ റൗണ്ട് അവർ
കണ്ടക്ട് ചെയ്യുന്നത്. അത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആവാം, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കാം, പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുക. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ കരിയർ പേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള മെയിൽ ID അല്ലെങ്കിൽ ഫോൺ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ജനറൽ കാൻഡിഡേറ്റ്സിന് 500 ആണ് ഫീ. SC/ST കാൻഡിഡേറ്റ്സിന് 125 ആണ്. ദെൻ ഓൺലൈനായിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ജനറൽ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. ദെൻ ലിസ്റ്റ് ഓഫ് ഡിസ്ട്രിക്റ്റ്, ഏതൊക്കെ ഡിസ്ട്രിക്റ്റാണ്, ഓരോ സ്റ്റേറ്റിലുള്ള ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കാം. ഇത്രയേ ഉള്ളൂ നോട്ടിഫിക്കേഷൻ. ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ കരിയർ വെബ് ചാനൽ ഫോളോ ചെയ്യുക. ജോബ് നോട്ടിഫിക്കേഷൻസ് സമയത്തിന് നിങ്ങളടുത്തെത്തുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.